വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ പരാതി നൽകി കോൺഗ്രസിന്റെ നേതാവ് അനിലക്കര. ഇഡിക്കും റവന്യൂ വകുപ്പുകൾക്കുമാണ് പരാതി നൽകിയത്. വിവേകിനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, 2023 ഇഡി ഇങ്ങനെയൊരു നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസ് തെറ്റായ മേൽവിലാസത്തിലാണെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ക്ലിഫ് ഹൗസിലല്ല വിവേക് താമസിക്കുന്നത്, ബാംഗ്ലൂരിലെ അഡ്രസ്സിലാണ്. പക്ഷേ അത് അവിടെ എത്തി തെറ്റായ അഡ്രസ്സാണ്. ചോദ്യം ചെയ്യലിന് പോയില്ല, അഥവാ മൊഴി കൊടുക്കാൻ പോയിട്ടില്ല. പിന്നീട് ഇഡി നോട്ടീസും അയച്ചില്ല. ഇപ്പോൾ എന്താണ് അനിലക്കരയ്ക്ക് ഒരു ആവശ്യം? അരുൺ, ഈ വാർത്ത, അതായത് ഈ സമൻസ് അയച്ചു എന്നുള്ള വിവരം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. സമൻസിന്റെ പകർപ്പടക്കം മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പുറത്തറിഞ്ഞതോടുകൂടിയാണ് കോൺഗ്രസ് അംഗം AICC അംഗമായിട്ടുള്ള അനിലക്കര ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകിയിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക്ടർക്കും ഒപ്പം ധനകാര്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ, അതുകൂടാതെ റവന്യൂ വകുപ്പ്, ഈ 3 വിഭാഗങ്ങൾക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ പറയുന്നത് 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ഒന്ന്, ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത്, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ 4ാം പ്രതിയായിട്ടുള്ള ഈജിപ്ഷ്യൻ പൗരനെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് അനിലക്കര ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ഈ ആവശ്യത്തെ എത്ര കണ്ട് പരിഗണിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2023 ശേഷം കാര്യമായ നടപടികളൊന്നും ഇതിനകത്ത് ഉണ്ടാകാത്തതുണ്ട്. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് വിവേക് കിരണുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവിന്റെ പരാതി ഏത് രീതിയിലാണ് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും പരാതി അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അനിലക്കരയുടെ തീരുമാനം. ഓക്കെ, താങ്ക് യു. ഇഡി ഒരുപാട് പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇഡി വിളിപ്പിച്ചതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ. അനിലക്കര ഇഡിയെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇഡി ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് കോൺഗ്രസിലെ നേതാക്കളുടെയൊക്കെ ഔദ്യോഗിക തീരുമാനം. അതേ ഇഡിക്ക് കത്ത് കൊടുക്കുകയാണ് അനിലക്കര. എന്താണ്, 2 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ മകന് ഒരു നോട്ടീസ് അയച്ചല്ലോ, അതിലെന്താണ് അന്വേഷണം നടക്കാത്തത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിൽ ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, അതിൽ വിവേക് എന്ന് പേരടിച്ചിരിക്കുന്നത് ടൈപ്പ് ചെയ്തിട്ടാണ്. അതിനുശേഷം കൈയക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം. വിവേക് താമസിക്കുന്നത്, വിവേകിന്റെ സ്വന്തം അഡ്രസ് ക്ലിഫ് ഹൗസ് ആണ് എന്ന് ആരോ തെറ്റിദ്ധരിച്ചാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. മേൽവിലാസം ബാംഗ്ലൂരായിരുന്നു. അവിടേക്ക് നോട്ടീസ് പോയിട്ടുമില്ല, അദ്ദേഹം കൈപ്പറ്റിയിട്ടുമില്ല. കൈപ്പറ്റാത്ത നോട്ടീസിന് പിന്നെ എങ്ങനെയാണ് ഒരാൾ ഹാജരാവുക എന്നുള്ളതാണ് ഒരു സാമാന്യ യുക്തിയിൽ ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ഇഡി അന്വേഷിക്കണം എന്ന് പറയുന്ന അനിലക്കരയുടെ ഒരു ആവശ്യം ഇപ്പോൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട്.